രാമസേതു യാഥാർത്ഥ്യമായിരുന്നോ? ഹിന്ദു വിശ്വാസത്തിൽ എന്നും ചോദ്യമുയർത്തിയിരുന്ന ചോദ്യമായിരുന്നു ഇത്. രാമസേതു യാഥാർത്ഥ്യമായിരുന്നു എന്ന് കാണിക്കുന്ന പല തെളിവുകളും പലപ്പോഴും പലരും പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിലുള്ള പാലമായ രാമസേതു അഥവാ ആദംസ് ബ്രിഡ്ജിന്റെ സമ്പൂർണ്ണ ഭൂപടം പുറത്തുവിട്ടിരിക്കുകയാണ് ISRO. നാസയുടെ ഉപഗ്രഹത്തിൽ നിന്നുമുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ് മാപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ധനുഷ്കോടി മുതൽ ശ്രീലങ്കയിലെ തലൈമന്നാർ വരെ നീണ്ടുനിൽക്കുന്ന പാലമാണ് രാമസേതു എന്ന ആദംസ് ബ്രിഡ്ജ്. ചുണ്ണാമ്പുകല്ലുകളാൽ നിർമ്മിതമായ ഒരു തിട്ടയാണിതെന്നാണ് പറയപ്പെടുന്നത്. പാലത്തിന്റെ ചില ഭാഗങ്ങൾ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നുമുണ്ട്. അതേസമയം ഹൈദരാബാദിലെയും ജോധ്പൂരിലെയും നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിലെ ഗവേഷകർ നാസയുടെ ഉപഗ്രഹം പകർത്തിയ ചിത്രങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. പാലത്തിന്റെ 99.98% അധികം ആഴമില്ലാത്ത വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിനാൽ കപ്പലുകൾ ഉപയോഗിച്ച് ഇവിടെ ഗവേഷണം നടത്തുക സാധ്യമല്ലെന്നാണ് പറയുന്നത്. കൂടാതെ രാമസേതുവിന്റെ അടിയിലായി 11 പരം നീർച്ചാലുകളും കണ്ടെത്തിയിരുന്നു. 2 മുതൽ 3 മീറ്റർ വരെ ആഴമുള്ള നീർച്ചാലുകളാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. മാന്നാർ ഉൾക്കടലിനും പാക് കടലിടുക്കിനും ഇടയിൽ ഇവ സ്വതന്ത്രമായി ഒഴുകുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ തെക്ക് കിഴക്കൻ തീരത്തുള്ള പാമ്പൻ ദ്വീപിനും ശ്രീലങ്കയുടെ വടക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള മാന്നാർ ദ്വീപിനും ഇടയിലുള്ള ചുണ്ണാമ്പുകല്ലുകൾ നിറഞ്ഞ പ്രദേശമാണ് രാമസേതു. രാവണ രാജ്യമായ ലങ്കയിൽ നിന്നും സീതയെ രക്ഷിക്കാനായി രാമന്റെ നേതൃത്വത്തിലുള്ള വാനര സൈന്യം കടലിന് കുറുകെ നിർമ്മിച്ച പാലമാണ് രാമസേതു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. AD 9-ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ നാവികർ ഈ പാലത്തെ സേതു ബന്ധായ് അഥവാ കടലിന് കുറുകെയുള്ള പാലം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. 1980-ലെ ശക്തമായ കൊടുങ്കാറ്റിൽ തകരുന്നതുവരെ പാലം സമുദ്രനിരപ്പിന് മുകളിലായിരുന്നുവെന്നും രാമേശ്വരത്തു നിന്നുള്ള ക്ഷേത്രരേഖകളിൽ പറയുന്നുണ്ട്. UPA സർക്കാരിന്റെ കാലത്ത് സേതു സമുദ്രം പദ്ധതി ഫ്ലാഗ് ഓഫ് ചെയ്യുകയും പാലത്തിന് ചുറ്റും ഡ്രഡ്ജ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തപ്പോൾ രാമസേതു വിഷയം വലിയ വിവാദത്തിൽപ്പെട്ടിരുന്നു. വലതുപക്ഷ സംഘടനകളും അന്നത്തെ പ്രതിപക്ഷമായ BJPയും ഇതിനെ ഹിന്ദു വികാരത്തിന്മേലുള്ള ആക്രമണമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തതാണ്. രാമസേതുവിനെക്കുറിച്ച് വിവിധ പഠനങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2021-ൽ രാമസേതുവിന്റെ ഉത്ഭവം കണ്ടെത്തുന്നതിനുള്ള ഒരു അണ്ടർ വാട്ടർ റിസർച്ച് പ്രൊജക്ടിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകുകയുണ്ടായി. സേതു സമുദ്രം കപ്പൽച്ചാൽ പദ്ധതി ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ 83 കിലോമീറ്റർ നീളമുള്ള ആഴത്തിലുള്ള ജലപാത നിർമ്മിച്ച് ഒരു കപ്പൽപാത സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നു. ഇത് ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും തീരങ്ങൾക്കിടയിലുള്ള യാത്രാസമയം കുറയ്ക്കുകയും ചെയ്യും. അതിനാൽ ബംഗാൾ ഉൾക്കടലിനും അറബിക്കടലിനും ഇടയിൽ സഞ്ചരിക്കാൻ കപ്പലുകൾ ഇനി ശ്രീലങ്കയിലേക്ക് പോകേണ്ടതില്ലെന്നും കണ്ടെത്തിയിരുന്നു. 1860 മുതൽ ഈ പദ്ധതി നിർദ്ദേശിക്കപ്പെട്ടിരുന്നതാണ്. 2004-ൽ വാജ്പേയി ഭരണത്തിൽ 3500 കോടി രൂപയുടെ ബജറ്റിന് അംഗീകാരം നൽകുകയും ചെയ്തു. 2005-ൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തതുമാണ്. എന്നാൽ പദ്ധതി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു. അവിടെയും വിവാദങ്ങൾ ഉയർന്നു കേട്ടതാണ്. സേതു സമുദ്രം ഷിപ്പിംഗ് കനാൽ പദ്ധതിയുടെ നടത്തിപ്പിൽ രാമസേതുവിനെ ബാധിക്കില്ലെന്ന് 2018 മാർച്ചിൽ കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. രാമസേതു ദേശീയ പൈതൃകമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച മറ്റൊരു ഹർജിയും സുപ്രീം കോടതിയുടെ പരിഗണനയിലുമുണ്ട്.